എന്നാലും എന്റെ ദൈവമേ, ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്തു കളഞ്ഞല്ലോ. ഈ ഭൂമിയിൽ വേറെ ഏതൊക്കെ പെണ്ണുങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒരുത്തിക്ക് പ്രസവിച്ച പോരായിരുന്നു അവളെ. ഓ ഈശ്വരാ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ്, താന് അമ്മയുടെ കൂടെ അങ്ങ് പൊയ്ക്കോ. എടോ, നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എനിക്ക് മനസ്സിലാവില്ലേ? ഞാന് അമ്മയുടെ കൂടെ തന്നെ വേണം, അതുകൊണ്ടാ അമ്മയുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. തന്നെ കാണണം തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വന്നോളാം. മാഡം, ഇന്നത്തെ ഒരു ദിവസം രാധികയെ പരിപൂർണമായിട്ട് അങ്ങ് വിട്ടു തന്നിരിക്കുക. താങ്ക്സ് വരുൺ. പിന്നെ പരമേശ്വരൻ സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. എന്താ? എന്റെ സ്വത്തുവകകൾ എന്നെങ്കിലും കണ്ടെത്തുന്ന എന്റെ മകൾക്കുള്ളതാണെന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചിട്ടുള്ളതാ. വേണ്ടപ്പെട്ടവരോടത് പറയുകയും ഏർപ്പാടാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാ. ഇനിയിപ്പോ മോളുടെ പേരിൽ മാത്രമല്ല, ആ സ്വത്തുക്കൾ മോളുടെയും വരുണിന്റെയും പേരിൽ എഴുതി വെക്കാനാ എന്റെ തീരുമാനം. അയ്യോ മാഡം, അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോ സംസാരിക്കണ്ട. സംസാരിക്കണം വരുൺ. ഞാൻ വിൽപത്രം പോലും എഴുതി വച്ചിട്ടുള്ളതാ. വരുൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത്രയും നാളെ ഞങ്ങൾ പറഞ്ഞിരുന്നത് രാധികയുടെ അമ്മയായി ശ്യാമ വന്നത് അവളുടെയും ഈ കുടുംബത്തിന്റെയും ഭാഗ്യമൊന്നാണ്. പക്ഷേ രാധിക മകളായി പറഞ്ഞത് ശ്യാമയുടെയും ഭാഗ്യാണ്. അതെ ജയഭാരതി അമ്മ, കാണുന്നവരെല്ലാം എന്റെ പുനർജന്മമാണെന്ന് എന്റെ മോളെ പറ്റി പറയുന്നത്. അങ്ങനെ നോക്കിയാ ഞാൻ എത്രയോ എത്രയോ കാലം എന്റെ മോളിലൂടെ ജീവിക്കും. എല്ലാം ഈശ്വരാനുഗ്രഹം. അമ്മേ, എടാ, നീ ഇവിടത്തെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ? കണിമംഗലത്തെ ഇത്രയും നേരം ഒരു അതിഥി ഉണ്ടായിരുന്നു. ആരാ? ഗായിക ശ്യാമ. അല്ല, അവരെന്തിനാ അവിടെ വരുന്നത്? ഹാ, ഇവിടെ വന്നത് മാത്രമല്ല, ഇനി സ്ഥിരമായിട്ട് അവരിവിടെ വരും. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അല്ല, അവിടെ എന്താ നിത്യേന കച്ചേരി നടക്കുന്നുണ്ടോ? നീ ഈ പറയുന്ന ശ്യാമയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ, എങ്കി ഒന്ന് കണ്ടു നോക്കണം. എടാ, നമ്മുടെ രാധികയില്ലേ, അവളുടെ അതേ രൂപ ശ്യാമയ്ക്ക്. ആ, അത് മുമ്പെപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ വന്നതാണോ അവര്? അപ്പൊ പിന്നെ കൂടെ കുറെ സോഷ്യൽ മീഡിയ ക്യാമറകളും മറ്റും കാണുമല്ലോ. അതൊക്കെ ഈ സെലിബ്രിറ്റീസ് ആളാവാൻ വേണ്ടി ചെയ്യുന്നതാമേ. അല്ലെങ്കിൽ തന്നെ അവർക്ക് കണിമംഗലത്തിനോട് എന്ത് സ്നേഹമാ. ഒന്നും മിണ്ടാതിരിക്കടാ. രൂപസാദൃശ്യം ഉണ്ടെന്ന് കരുതി അവരങ്ങനെ അവളെ കാണാമെന്നൊന്നും അല്ല. രാധികേ ശ്യാമയുടെ മകളാ. അല്ല, എന്താ അമ്മയെ പറയുന്നത്? അതേടാ, അവരമ്മയും മകളുവാ. കഴിഞ്ഞ ദിവസം ടിവിയിൽ ഒരു ഇന്റർവ്യൂല് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം ശ്യാമ പറഞ്ഞിരുന്നു. അതേ കുട്ടിയാണ് ദേവനാരായണൻ തിരുമേനി എടുത്തു വളർത്തിയത്. എന്നിട്ട്
എന്ത് പറയാനാടാ മോനെ, നമ്മുടെയൊക്കെ തലയില് വെല്ലടി വെട്ടിയ പോലെയാ. ഇത്രയും കാലം തന്തയും തള്ളയും ഇല്ലാതിരുന്ന രാധികയെ ഇപ്പോ പ്രശസ്തയായ ഒരു അമ്മയുടെ മകളാ. ഇവിടെ എല്ലാവരും അതിന്റെ ആഘോഷത്തിലാ. മാത്രല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? അവക്കേ കോടാനുകോടി സമ്പത്തുണ്ടെന്നാ പറയുന്നത്. അതിന്റെയൊക്കെ വിൽപ്പത്രം മകളുടെയും ഭർത്താവിന്റെയും പേരിൽ എഴുതി വെച്ചിരിക്കുക. എന്നുവെച്ചാ ആരാ രാധികയും ഭർത്താവായ വരുണും. നിസ്സാര കാശൊന്നും അല്ലടാ വരുണിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അല്ല, അമ്മ ഈ പറയുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഇവിടെ എത്ര നേരം ഉണ്ടായിരുന്നെന്നാ. അമ്മയും മോളും കൂടി ഇരുന്ന് ഇവിടെ കച്ചേരിയും പാടി അതും കഴിഞ്ഞിട്ടാ പോയിരിക്കുന്നെ. അവളെയും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നിനക്ക് സംശയമാണെങ്കിലേ നീ ആ സംശയം വെച്ചോണ്ട് അവിടെ ഇരുന്നു. ഞാനും കൽപ്പനയും ഇവിടെ എന്താ ചെയ്യേണ്ടെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുവോ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ ഇവിടെയുള്ള കാര്യങ്ങൾ നിന്നെ വിളിച്ച് പറഞ്ഞല്ലേ പറ്റൂ. നീ ജയിലിൽ പോകുന്നെങ്കിലേ നിന്റെ അച്ഛനോടുകൂടി ഒന്ന് അറിയിച്ചേക്ക്. വെക്കട്ടെടാ മോനെ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കും കണ്ടുകൂടാ. ഇതും കൂടി ആവുമ്പോ പൂർത്തിയായി. ശരി. എന്നാലും എന്റെ ദൈവമേ, ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്തു കളഞ്ഞല്ലോ. ഈ ഭൂമിയിൽ വേറെ ഏതൊക്കെ പെണ്ണുങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒറ്റയ്ക്ക് പ്രസവിച്ചാ പോരായിരുന്നു അവളെ. ശ്ശോ. ഓ ഈശ്വരാ. ഗൗതം, ബെഞ്ചമിൻ, അമ്മ പറഞ്ഞത് സത്യമാണെങ്കിൽ രാധിക നമുക്കാർക്കും പിടിക്കാൻ പറ്റാത്ത പൊസിഷനില്ല. വരുണിന്റെ കാര്യത്തില് ഏകദേശം ഒരു തീരുമാനമേ വരെയായിരുന്നു. കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം മതിയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ പുതിയ അവതാരത്തിന്റെ പിറവി. എന്ത് വില കൊടുത്തത് തടഞ്ഞേ പറ്റൂ ഗൗതം. വേണം. അച്ഛനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാം. എപ്പോഴും ഇങ്ങനെയാണ് ബെഞ്ചമിൻ. നോക്കി നിൽക്കെ വരുൺ ആകാശം മുട്ടെ വളരും, പടർന്ന് പന്തലിക്കും. ഞാനിങ്ങനെ ഒരു കാഴ്ചക്കാരനായിട്ടേ ഉള്ളൂ, വെറും കാഴ്ചക്കാരൻ.